ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ഗോവയിൽ വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിൻ്റെ തിരുശേഷിപ്പ് കാണാനും പിന്നെ ന്യൂ ഇയർ ആഘോഷിക്കാനും വേണ്ടി ഗോവയിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിൽ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ കൂടെ എൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കുടിഞ്ഞിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കണ്ണൂരിൽ നിന്ന് നേത്രാവതി എക്സ്പ്രസ്സിൽ കയറി കർമാലി എന്ന സ്റ്റേഷനിലാണ് കേട്ടോ ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളത്. കർമാലി സ്റ്റേഷനിൽ നിന്നും 2 കിലോമീറ്റർ ദൂരെയുള്ള സെൻറ്റ് ജോസഫ് വാസ് സ്പിരിച്വൽ റിന്യൂവൽ സെൻറ്ററിലാണ് കേട്ടോ ഞങ്ങൾ താമസിച്ചത്. ഇവിടുന്ന് തിരുശേഷിപ്പ് സൂക്ഷിച്ചിട്ടുള്ള ബെസിലിക്ക ഓഫ് ബോം ജീസസ് കത്തീഡ്രൽ വെറും നടക്കാനുള്ള ദൂരമേ ഉള്ളൂ കേട്ടോ. ഞങ്ങൾ താമസിച്ച ഈ സെൻറ്റ് ജോസഫ് വാസ് സ്പിരിച്വൽ റിന്യൂവൽ സെൻറ്ററിൽ ഇവിടെ ഫുഡും ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഇത് വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് കേട്ടോ. ഇത് ഒരു വിൻറ്റേജ് തീമിലായിട്ടാണ് ഈ ബിൽഡിങ് പണിതിട്ടുള്ളത്. പിന്നെ നമുക്ക് നല്ലൊരു ഹില്ലി ആയിട്ടുള്ള സ്ഥലമായതുകൊണ്ട് നല്ലൊരു പ്രകൃതിയുമായിട്ട് നല്ലൊരു മനോഹാരിത കൂടുതലുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. ഞങ്ങൾ റൂം എടുത്ത് സെൻറ്റ് ജോസഫ് വാസ് സ്പിരിച്വൽ റിന്യൂവൽ സെൻറ്ററിൽ സ്ഥിതി ചെയ്യുന്നത് ഓൾഡ് ഗോവയിലാണ് കേട്ടോ. ഇവിടെ കൂടുതലും പള്ളികളൊക്കെ മാത്രമേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ബീച്ചുകളും പിന്നെ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെയാണ് കറങ്ങാൻ പോകേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോർത്ത് ഗോവയിലാണ് കേട്ടോ പോകേണ്ടതായിട്ടുള്ളത്. ഓൾഡ് ഗോവയിൽ നിന്നും 25-26 കിലോമീറ്ററാണ് കേട്ടോ കലങ്കുട്ട് ബീച്ചും ബാഗ ബീച്ചും പിന്നെ ബാക്കിയുള്ള കാണാനുള്ള സ്ഥലങ്ങളുമൊക്കെ സ്ഥിതി ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഗോവയിലോട്ട് വരികയാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് റെൻറ്റിനൊരു കാർ എടുക്കേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷനെല്ലാം വളരെ മോശമാണ് കേട്ടോ. ഞങ്ങൾ പബ്ലിക് ട്രാൻസ്പോർട്ടിലാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾക്ക് കാറൊന്നും റെൻറ്റിന് കിട്ടിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പീക്ക് ടൈം ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കാറൊന്നും റെൻറ്റിന് കിട്ടിയില്ല കേട്ടോ. 2 ബസ്സുകൾ കയറിയാൽ മാത്രമേ നമുക്ക് ബീച്ചിലോട്ട് പോകാൻ പറ്റുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് നേരെ ഡയറക്റ്റ് ബീച്ചിലോട്ട് ബസ്സില്ല കേട്ടോ. ആദ്യം നമ്മൾ ഓൾഡ് ഗോവയിൽ നിന്നും ഗോവയുടെ ക്യാപിറ്റലായിട്ടുള്ള പനാജി എന്ന സ്ഥലത്തോട്ടും പിന്നെ നമുക്ക് അവിടെ നിന്ന് കലങ്കൂട്ട് എന്ന സ്ഥലത്തോട്ടും ആണ് കേട്ടോ നമുക്ക് പോകേണ്ടതായിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ 2025 ന്യൂ ഇയർ എല്ലാം കലങ്ക്യൂട്ട് ബീച്ചിലാണ് ആഘോഷിച്ചത്. ഞങ്ങൾ പ്രതീക്ഷയത്രയ്ക്ക് എൻജോയ്മെൻ്റ് ഒന്നും കിട്ടിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ആകെ ഉണ്ടായിരുന്നത് മദ്യപിക്കുന്ന ആൾക്കാരുടെ ഡാൻസും പിന്നെ DJയും മാത്രമായിരുന്നു കേട്ടോ. അവിടെയാണെങ്കിൽ നമ്മുടെ ഇവിടെ കേരളത്തിൽ ഉത്സവങ്ങളിലോ പള്ളി പെരുന്നാളിലോ പൊട്ടിക്കുന്ന അത്രയും പോലും പടക്കം പോലും പൊട്ടിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. ഇതൊക്കെയാണ് ഞങ്ങളുടെ ന്യൂ ഇയർ വിശേഷങ്ങൾ കേട്ടോ. ഇനി ഞങ്ങൾ പള്ളിയിൽ പോയപ്പോഴത്തേക്കും നമുക്ക് ഇതിന് മുന്നേ പോയ ആൾക്കാരൊക്കെ പറഞ്ഞത് പുണ്യാളനെ കാണാനായിട്ട് കുറേ മണിക്കൂറുകളോളം ക്യൂ നിന്നാലേ കാണാൻ പറ്റുള്ളൂ എന്നാണ്. പക്ഷെ എന്നാലും എന്തോ ഭാഗ്യത്താലും ഞങ്ങൾക്ക് അധികം നേരം ക്യൂ നിൽക്കേണ്ടിയൊന്നും വന്നില്ല കേട്ടോ. എല്ലാ ആൾക്കാർക്കും കുർബാന കൂടാനായിട്ട് ഇവിടെ പള്ളിക്ക് പുറത്തായിട്ട് വലിയൊരു പന്തൽ കെട്ടിയിട്ടായിരുന്നു കേട്ടോ കുർബാനയൊക്കെ. പള്ളിയുടെ പുറത്തായിട്ട് കുറേ മാർക്കറ്റുകളുണ്ടായിരുന്നു കേട്ടോ. അവിടെ നമുക്ക് ഒരു വീട്ടിലോട്ട് ആവശ്യമായ കുറേ സാധനങ്ങൾ നമുക്ക് അവിടെ വാങ്ങിക്കാൻ സാധിക്കുന്നതാണ്. ബാഗുകൾ, തുണികൾ, മേക്കപ്പ് എസെൻഷ്യൽസ് പിന്നെ വേറെയും കുറേ സാധനങ്ങളൊക്കെ അവിടെ നമുക്ക് ലഭ്യമാണ്. കേരളത്തെയും ഗോവയും കൂടി കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ഫുഡ് ഐറ്റംസിനെല്ലാം നല്ല എക്സ്പെൻസീവ് ആയിരുന്നു ഇവിടുത്തെ ഫുഡൊക്കെ. അപ്പോൾ ഞങ്ങളും ഇവിടുന്ന് കുറേ മാർക്കറ്റിൽ നിന്നൊക്കെ കുറേ സാധനങ്ങൾ വാങ്ങിച്ചു. പിന്നെ കുറേ ഫോട്ടോസ് എല്ലാം എടുത്തു കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ഒന്നാമത്തെ ലക്ഷ്യമായ ഫ്രാൻസിസ് പുണ്യാളനെ കാണുന്നതും പിന്നെ ബീച്ചിൽ ന്യൂ ഇയർ ആഘോഷിക്കുകയെല്ലാം കഴിഞ്ഞ് ഞങ്ങളങ്ങനെ തിരിച്ച് രാത്രി കർമാലി സ്റ്റേഷനിൽ നിന്ന് കണ്ണൂരിലേക്ക് നേത്രാവതി ട്രെയിനിൽ ഞങ്ങൾ തിരിച്ചു പോന്നു കേട്ടോ. അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.